നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ കാണാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്കടുത്ത് കോടന്തുരുത്ത് ദ്വീപിലുള്ള ചങ്ങരം വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് പോവാം. ചങ്ങരം വെറ്റ്ലാൻഡ്സിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കാരണം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറുകളും ലൈക്കുകളും ഈ ചാനലിന് വളരെ വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചങ്ങരം വെറ്റ്ലാൻഡ് ഏതാണ്ട് 250 ഏക്കറോളം വിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ വളരെ പ്രധാനപ്പെട്ട ബേർഡ് വാച്ചിങ് സൈറ്റുകളിലൊന്നാണ് കോടന്തുരുത്ത്. എന്നാൽ അധികം ടൂറിസ്റ്റുകളിവിടെ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാണ്ട് 77 സ്പീഷീസ് ഷോർ ബേർഡ്സും വാട്ടർ ബേർഡ്സും ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 10 വംശനാശം നേരിടുന്ന പക്ഷികളും കൂടിയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 24 കിലോമീറ്റർ മാത്രമാണ് ഈ ചങ്ങരം വെറ്റ്ലാൻഡ്സിലേക്കുള്ളത്. എന്നിട്ടും വളരെ കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെ എത്തിപ്പെടുന്നുള്ളൂ എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ചങ്ങരം ഒരു കോസ്റ്റൽ വില്ലേജാണ്. ചങ്ങരത്തു നിന്ന് അറബിക്കടലിലേക്ക് ഏതാണ്ട് 800 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ തന്നെ. പലതരം പക്ഷികളെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം പല നീർക്കാക്കകളും കാട്ടുതാറാവുകളും പോലെയുള്ള പലതരം പക്ഷികളെ കാണാൻ സാധിച്ചു. ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാനും സാധിച്ചിട്ടുണ്ട്. ആ ഫോട്ടോയൊക്കെ ചില ഫോട്ടോകളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പെയിൻറ്റഡ് സ്റ്റോക്സ്, പെലിക്കൻ, ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റ്സ് ഇവയൊക്കെ ഇവിടെ ധാരാളമുള്ള പക്ഷികളാണെന്നാണ് പറയപ്പെടുന്നത്. ചില സ്റ്റോർക്സിനെയൊക്കെ നമ്മുടെ ക്യാമറയുടെ ലെൻസിൽ പതിയുകയും ചെയ്തു. വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം കൂടിയാണ് ഈ ചങ്ങരം വെറ്റ്ലാൻഡ്സ്. ചുറ്റും വെള്ളവും അകത്തും വെള്ളവുമായിട്ടുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. രാവിലെയും വൈകുന്നേരവുമായിരിക്കും ഇവിടെ യാത്ര ചെയ്യാനും വന്ന് കാഴ്ചകൾ ആസ്വദിക്കാനും പറ്റിയ സമയമെന്നാണ് തോന്നുന്നത്. കാരണം ഉച്ച സമയത്ത് അതികഠിനമായ വെയിലാണ്. ഈ 1.5-2 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ റോഡിൻ്റെ ഒരു സൈഡിലൊരു ചെറിയ ചായക്കട പോലും ഇല്ല എന്നുള്ളത് കൊണ്ട് ധാരാളം വെള്ളമൊക്കെ കരുതി കാഴ്ചകൾ ആസ്വദിക്കാൻ വരുന്നതായിരിക്കും നല്ലത്.
ഞങ്ങൾ രാവിലെ ഒരു 8 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. 8 മണി മുതൽ ചെറിയ ചൂടുള്ള വെയിലും ഒരു സുന്ദരമായ കാറ്റും ഉള്ളതുകൊണ്ട് അധികം ക്ഷീണം ഉണ്ടാകാതെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു, കാഴ്ചകൾ ആസ്വദിക്കാനും സാധിച്ചു. കണ്ട കാഴ്ചകൾ അതേപടി പകർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിലും വരുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ചങ്ങരം വെറ്റ്ലാൻഡ്സ്. ചങ്ങരം വെറ്റ്ലാൻഡ്സിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. രാവിലെ 7 മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. അതുപോലെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ വരുമ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇത് ചേരിങ്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരമാണ്. ഇത് വെറ്റ്ലാൻഡിൻ്റെ റോഡിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് വശമാണിത്. ഇതാണ് ചേരിങ്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. തിരിച്ച് ഞങ്ങൾ പോരുമ്പോഴാണ് ഈ വള്ളം ഇവിടെ കിടക്കുന്നത്. നാട്ടുകാർ, ഇവിടുത്തെ താമസക്കാർ ഉപയോഗിക്കുന്നൊരു വെള്ളമാണ്, മീൻ പിടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇത് കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുമ്പോഴാണ് ഒരു പറ്റം താറാവുകൾ, കാട്ടുതാറാവുകളല്ല നാട്ടു താറാവുകൾ വരുന്നതല്ല. ഉടനെ അവരുടെ പുറകെ ക്യാമറയുമായിട്ട് ചെന്നു. ആ തീരത്തെന്തോ അന്വേഷിച്ച് വന്നതാണെന്ന് തോന്നുന്നു. എന്തോ ക്രോസ് ചെയ്യാൻ വന്നതാണോ എന്ന് ഒന്നും ക്യാമറ കണ്ടതിൻ്റെ ഒരു വെപ്രാളമാണോ നാണമാണോ എന്നൊരു സംശയം. താറാവുകൾ പെട്ടെന്ന് കരയിൽ കയറി എന്തോ സാധനമൊക്കെ ഒന്ന് തിരഞ്ഞു. പെട്ടെന്ന് മറന്നുപോയ സാധനമല്ലോ ആയിരിക്കും. പെട്ടെന്നെത്തി അവ തിരഞ്ഞു പിടിക്കുന്നുണ്ട്. തിരഞ്ഞു പിടിച്ചിട്ട് വന്ന അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു വരുമ്പം ക്യാമറ കണ്ണിൽ ഉടക്കിയവരാണ്. അവൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുന്ന പോലെ അവസാനം അനങ്ങാതെ ക്യാമറ തൊട്ടടുത്ത് നിന്നിട്ടും അനങ്ങാതെ നിന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ചങ്ങരം വെറ്റ്ലാൻഡിനോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഒരു ദിവസം സമയമുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യാനും ആസ്വദിക്കാനും പറ്റിയൊരു സ്ഥലമാണ് ചങ്ങരം വെറ്റ്ലാൻഡ്സ്. കഴിയുന്നതും വരുന്നത് രാവിലെ ആക്കിയാൽ വളരെ നന്നായിരിക്കും. കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും, പക്ഷികളെ കാണാൻ പറ്റും, പക്ഷി സ്നേഹികൾക്ക് ആസ്വദിക്കാൻ പറ്റും.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറുകളും ലൈക്കുകളും ഈ ചാനലിന് വളരെയധികം വിലപ്പെടും. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.